ഇപ്പോഴും ഡെമോക്രസി എന്നുള്ളതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല അല്ലേ? എന്നുവെച്ചാൽ ഡെമോക്രസിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് അത് ഓട്ടോക്രസിയിലോട്ട് പോവും. അതുപോലെ ഡെമോക്രസിയുടെ പൂർണ്ണമായ അർത്ഥം, അതിൻ്റെ എസൻസും അതിൻ്റെ സ്പിരിറ്റും ഉൾക്കൊള്ളുന്ന ആൾക്കാരാവണം എന്നില്ല ബ്യൂറോക്രസി ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് കൈകാര്യം ചെയ്യുന്നത്. ഈ അപ്പനെ കാര്യം നോക്കി പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്വന്തം കാര്യം ചിന്താബാധം. ഇപ്പോൾ ഒരു കറപ്ഷൻ തന്നെ ക്ലാസിക് ഉദാഹരണമാണ്. അവനവൻ്റെ കാര്യം നടക്കുന്നിടത്തോളം കാലം എല്ലാവരും സത്യത്തിൽ ഓക്കെയാണ്. ഇപ്പം വേറൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാത്ത ഒരു വിഷയത്തിൽ നമ്മൾ നിലപാട് എന്തിനും എടുക്കണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഈ സസ്പെൻഷനായാലും എൻ്റെ ഈ മുഴുവൻ പ്രശ്നങ്ങളും എല്ലാത്തിൻ്റെ ഉറവിടം ഏതോ പാവപ്പെട്ട ആദിവാസികളെ പറ്റിക്കാനുള്ള അവർക്ക് കിട്ടേണ്ട ഫണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടേണ്ട കാര്യങ്ങളോ കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ അത് വകമാറ്റി അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിൽ ഒബ്ജക്ഷൻ ഫയലിൽ എഴുതി എന്നുള്ളിടത്തു നിന്നാണല്ലോ തുടങ്ങുന്നത്. ശരിയാണ്. അപ്പോൾ അത് ഓക്കെ ആണോ? ഈ സിസ്റ്റം, സോക്കോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതാണോ? ഇപ്പം മഴക്കാലമാണ്, മലയിടിച്ചിലും മറ്റുമൊക്കെ നടക്കുകയാണ്. ഈ പാവപ്പെട്ട ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി റെഡ് സോണിൽപ്പെട്ട ഭൂമി നമ്മൾ സർക്കാർ ഫണ്ട് കൊടുത്ത് വാങ്ങി അവിടെ പുനരധിവസിപ്പിച്ചാൽ അത് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ളൊരു ഫയൽ ഞാൻ എഴുതിയത് കാരണം അത് നടക്കാതെ പോയതിൽ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിൽ ആർക്കാണ് താല്പര്യം? അതും പോട്ടെ, കോടിക്കണക്കിന് രൂപയുടെ പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയർ പാലിക്കാതെ, മിനിസ്റ്റർ കാണാതെ, അതുപോലെ മിനിസ്റ്റർക്ക് മിനിസ്റ്റർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു ഓർഡർ എടുക്കാൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് നടന്ന ഫയലുകൾ. ഈ ഫയലുകളൊക്കെയാണ് വിഷയം. ആ ഫയലുകളിൽ ഞാൻ അഭിപ്രായം എഴുതിയെടുത്തെന്നാണല്ലോ ഈ അടി തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ എഴുതുന്നത് ശരി, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കറക്റ്റ്, ചിന്തിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും.